നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും കാണുന്ന സിമ്പിൾ ആയിട്ടുള്ള ചേരുവകൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റിലൊരു കേക്ക് ഉണ്ടാക്കാം കേട്ടോ. ഓവനോ ബീറ്ററോ മുട്ടയോ അതേപോലെ തന്നെ മൈദയോ ഒന്നും തന്നെ ചേർക്കാതെ റവ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. ദാ ഇതുപോലെ പഞ്ഞു പഞ്ഞു പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കിന്റെ റെസിപ്പി ആട്ടോ. അപ്പം മിസ് ചെയ്യാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ദാ ഇവിടെ മിക്സിയുടെ മീഡിയം വലിപ്പത്തിലുള്ള ഒരു ജാറാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് 250 ml കപ്പിന് 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത റവയോ വറക്കാത്ത റവയോ ഏതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നേർപകുതി 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഈ റവയും പഞ്ചസാരയും ആദ്യം തന്നെ നല്ലോണം തന്നെ ഒന്നും കൂടെ പൊടിച്ചെടുത്തുകൊണ്ട് വരാം. മാത്രമല്ല നമ്മൾ മിക്സിയുടെ ജാർ എടുക്കുമ്പോൾ തീരെ ചെറിയ ജാർ എടുക്കരുത്, ഒരുപാട് അങ്ങോട്ട് വലിയ ജാറും വേണ്ട. ഇതേപോലെ മീഡിയം വലിപ്പത്തിലുള്ള ജാറുണ്ടല്ലോ അതെടുത്താൽ മതി. നല്ല ഉണങ്ങി മിക്സിയുടെ ജാർ വേണം എടുക്കാനായിട്ട്, ആ കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെ റവയും പഞ്ചസാരയും കൂടി നല്ലോണം തന്നെ ഒന്നും കൂടി പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ തരിതരിപ്പൊന്നുമില്ലാതെ നല്ല ഫൈനായിട്ട് തന്നെയാട്ടോ നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് തന്നെ പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ വേണേൽ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാട്ടോ എടുത്തിരിക്കുന്നത്. വേറെ വെളിച്ചെണ്ണയോ പാം ഓയിലോ അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കരുത്, റിഫൈൻഡ് ഓയിൽ തന്നെ വേണം ചേർക്കാനായിട്ട്. ഇതിനകത്തേക്ക് 1/4 കപ്പ് തന്നെ നല്ല കട്ട തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരുപാട് പുളിയുള്ളതല്ല, എന്നാൽ ഒട്ടും പുളി ഇല്ലാത്തതുമല്ല, ഒരു മീഡിയം പുളി അതുണ്ട് കേട്ടോ, അത്രയും മതി. കൂടെ തന്നെ 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ച പാലൊന്നുമല്ല, സാധാരണ കവർ പാല് തന്നെയാണ്. ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിൽ നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ചിലപ്പോൾ മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാൻ നേരത്ത് അടിയിൽ കട്ട പിടിച്ചോണം കിടക്കും. അതുകൊണ്ടാണ് ഇതേപോലെ ഒരു സ്പൂൺ വെച്ച് എല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കുന്നത്. ഇനി പൊട്ടും തന്നെ സമയം കളയാതെ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നും കൂടി അടിച്ചെടുത്തോണ്ട് വന്നാലുണ്ടല്ലോ നമ്മുടെ കേക്കിന്റെ മിക്സിങ്ങിന്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു. കണ്ടതാ ഇത്രയേ ഉള്ളൂ. ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ നമ്മളിവിടെ അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഒരുപാട് വെള്ളം കൂടുതലുമില്ല, നല്ല ലൂസായി പോയിട്ടില്ല, ഒരുപാട് കട്ടിയൊന്നുമില്ലാതെ പാകത്തിനായിട്ടാണ് നമ്മുടെ മാവ് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ കണ്ടോ. നമ്മളപ്പോൾ 1 കപ്പ് റവ എടുക്കുമ്പോൾ നമ്മൾ ഈ ബാക്കി പറഞ്ഞ അളവുകളൊക്കെയും കറക്റ്റായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു 5 മിനിറ്റ് പോലും തികച്ചു വേണ്ട നമ്മുടെ ഈ കേക്കിന്റെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. അത്ര സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ മിക്സിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ കട്ട കെട്ടാതെ ഇതേപോലെ സ്പൂൺ ഉപയോഗിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചോ നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്കിന്റെ മിക്സിങ്ങിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നേരെ റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ഈ കേക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഒന്നെങ്കിൽ ഓവൻ ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നല്ല അടികട്ടിയുള്ള ഒരു ചീനിച്ചട്ടിയോ ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല അടികട്ടിയുള്ള ഒരു പാത്രമോ ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാവേ. ഓവൻ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രീ ഹീറ്റ് ആക്കി ഇടുക. അതേപോലെ തന്നെ നല്ല അടികട്ടിയുള്ള ഏത് പാത്രമാണെന്നുണ്ടെങ്കിലും നമ്മുടെ അടുപ്പത്ത് വെച്ച് ഒന്നും കൂടി ചൂടാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. നമ്മുടെ മിക്സിങ്ങിന്റെ പരിപാടി ഇവിടെ ചെയ്യുമ്പോൾ പാത്രവും കൂടി ചൂടാവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാമല്ലോ. അതുകൊണ്ടാണ് ഒരു കേക്ക് ടിന്നിലേക്ക് ചുറ്റും എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഓയിൽ പറ്റി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു ബട്ടർ പേപ്പർ കൂടി വെച്ച് അതിൻ്റെ മുകളിലേക്കും കൂടി ഓയിൽ പറ്റി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇതേപോലെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഒന്ന് കളഞ്ഞെടുക്കുക. ഇനി കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം കുറച്ച് കാഷ്നട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ബദാമോ ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാവേ. ഇനി പൊട്ടും തന്നെ സമയം കളയാതെ നമുക്ക് നേരെ റെഡിയാക്കി എടുക്കാം. ഞാൻ ഇതേപോലെ നല്ല അടികട്ടിയുള്ള ഉള്ളുള്ള ഒരു ചീനിച്ചട്ടിയായിട്ട് എടുത്തിരിക്കുന്നത്. നടുക്കിയിട്ട് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ചൂടായി വന്നിട്ടുണ്ട്. അതിന് നടുക്കിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ കേക്ക് ടിന്നും കൂടി വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റും അതിനുശേഷം ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 20 മിനിറ്റും, അങ്ങനെ ആകെ ഒരു 30 മിനിറ്റ് ആട്ടോ നമുക്ക് വേണ്ടി വന്നത്. ഗ്യാസിന്റെ ഫ്ലെയിം ഫുൾ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്. അതേപോലെ തന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ ആദ്യമേ വെക്കേണ്ട, മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ചാൽ മതി. അങ്ങനെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലോണം തന്നെ പൊങ്ങി ശരിക്കും റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക്. ഇതേപോലെ ഒരു സ്റ്റിക്കോ അല്ലാതെ തന്നെ ഒരു കത്തിയോ ഉപയോഗിച്ചോ ഒന്ന് കുത്തി നോക്കുക. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേക്ക് റെഡിയായെന്ന് മനസ്സിലാക്കാം. നമുക്ക് എടുത്ത് താഴെ ഇറക്കി വെച്ച് വലിയ ചൂടൊക്കെ ഒന്ന് ആറാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് തന്നെ തണുത്ത് വന്നപ്പോൾ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുവാണ്. കണ്ടോ, ഒട്ടും തന്നെ അടിയിലൊന്നും പിടിക്കാതെ സൈഡിലൊന്നും ഒട്ടും പിടിക്കാതെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. ആ ബട്ടർ പേപ്പറും കൂടി നമുക്ക് വേണ്ടി എടുത്ത് മാറ്റാവേ. കണ്ടോ, സൈഡൊന്നാണെങ്കിലും ഒരുപാട് അങ്ങോട്ട് കളറൊന്നും മാറാതെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് റവയും തൈരും പാലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടാവേ. ഈ ഒരു ഹൈറ്റിലാട്ടോ നമ്മുടെ കേക്ക് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് നല്ലൊരു ചൂട് ചായയുടെയൊക്കെ കൂടെ എല്ലാവർക്കും അടിപൊളിയായിട്ടിരുന്ന് കഴിക്കാവുന്നതേ ഉള്ളൂ.
അപ്പോൾ നമ്മുടെ ഓവനോ ബീറ്ററോ മുട്ടയോ മൈദയോ ഒന്നും തന്നെ ചേർക്കാതെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നമ്മുടെ ഈ കേക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. ഇതാ ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല പഞ്ഞ് പോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക. നമുക്കിപ്പോൾ ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.